വിഷമങ്ങൾ കേൾക്കാൻ ഒരു വിഷവുമില്ലാത്ത മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദൈവങ്ങൾ. ഒരു ദൈവത്തെ പോലെ നാം ചിലരെ കാണുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെയാണ് പറയുന്നത്? ദൈവത്തെ പോലെ നമ്മൾ ഇന്നയാളെ കാണുന്നു, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ സമയമില്ലെന്നോ, ഞാനിപ്പോൾ പോയിട്ട് പിന്നെ വരാമെന്നോ, ഇതെന്നോട് പറയണ്ടെന്നോ, ഞാനിതൊന്നും കേൾക്കാൻ ആളല്ലെന്നും, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നൊന്നും പറയുന്നവർ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു ദുഃഖം പറയുമ്പോൾ എന്താണ് നിൻ്റെ ദുഃഖം, എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതൊക്കെ കേട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അവരാണ് നമ്മളെ സംബന്ധിച്ച് ദൈവം. ദൈവത്തിനെ നാം ദൈവം എന്ന് വിളിക്കാൻ കാരണം എന്താ? നമ്മുടെ ദുഃഖങ്ങളൊക്കെ ദൈവം കേട്ടിരിക്കും. നമ്മൾ മനസ്സുരുകി എത്ര സമയമെടുത്ത് പറഞ്ഞാലും അതെല്ലാം കേട്ടിരിക്കുന്ന ഒരാളാണ് നമ്മളെ സംബന്ധിച്ച് ദൈവം. അതൊക്കെ കേൾക്കാനുള്ള ക്ഷമ ദൈവം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ലോകത്ത് ആരും നിങ്ങൾക്ക് അത്രയും സമയം തരാറില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിഷമങ്ങൾ കേൾക്കാൻ ഒരു വിഷമമില്ലാത്ത മനുഷ്യരാണ് യഥാർത്ഥ ദൈവങ്ങൾ. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ഓരോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.